നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ വീട്ടിൽ നടന്നത് 12 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന റെയ്ഡായിരുന്നു. അവിടെ ശബരിമല സന്നിധാനത്ത് അയ്യനെ കാണാൻ ലക്ഷോപലക്ഷ ഭക്തജനങ്ങൾ എത്തി, അയ്യപ്പന്മാരെത്തി. അയ്യനോട് തന്റെ മുതൽ കട്ടവനെ പൂർണ്ണമായും SIT വളയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ മറ്റൊരിടത്ത് വാസു കട്ടിലിൽ കിടന്ന് ഹരിവരാസനം പാടുന്നു. മറ്റൊരിടത്ത് പത്മകുമാറിനെ ഇഞ്ചപ്പരുവമാക്കി ചോദ്യം ചെയ്യുന്നു. മറ്റൊരിടത്ത് പത്മകുമാറിന്റെ വീട് പൂർണ്ണമായും തുറന്ന് SIT പരിശോധിക്കുന്നു. മറ്റൊരിടത്താവട്ടെ എങ്ങനെയാണ് ഇവരെയൊക്കെ ന്യായീകരിക്കാമെന്ന പുതിയ ക്യാപ്സ്യൂൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി. മറ്റൊരിടത്ത് ഇതുവരെയും മാധ്യമങ്ങളെ പേടിക്കാത്ത കടകംപള്ളി മാധ്യമങ്ങളെ പേടിച്ച് മൂട്ടിൽ തീ പിടിച്ചതുപോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറയും മൈക്കും കാണുമ്പോൾ വിരളി പിടിച്ച പിള്ളാരെ പോലെ ദേഷ്യപ്പെട്ട് ശുഭിതനായി ഇറങ്ങിപ്പോകുന്ന കടകംപള്ളിയെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ മടിയിൽ കനമുണ്ടെങ്കിലല്ലേ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ എന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കാര്യം ഇപ്പോൾ CPMന്റെ നേതാക്കളോട് നമ്മൾ അങ്ങോട്ട് പറയുകയാണ്. നിങ്ങൾ പിന്നെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഈ പേടിക്കുന്നത്? കാരണം നിങ്ങൾ വിട്ട ഗീർവാണങ്ങളൊക്കെ തന്നെ അത്തരത്തിലായിരുന്നല്ലോ എന്നുള്ളതാണ്. അതായത് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, കോടതി പറയട്ടെ, തെറ്റ് ചെയ്ത ആൾക്കാരെ കോടതി പറയട്ടെ എന്നാണ്. കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷിന്റെ ഒരു ക്യാപ്സ്യൂൾ കേട്ടില്ലായിരുന്നോ? വാസുവും അതുപോലെ തന്നെ പത്മകുമാറും ഒക്കെ തന്നെ കോടതി പറയട്ടെ അവർ കുറ്റക്കാരാണ് എന്നുള്ളത്, എന്നിട്ട് തീരുമാനിക്കാം എന്നായിരുന്നു. SIT എന്ന് പറയുന്നത് ആരാണെന്ന് ഇവർക്ക് തന്നെ അറിയാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ SITയുടെ കയ്യിൽ കൊടുക്കേണ്ട CBIയുടെ കയ്യിൽ കൊടുത്താൽ മതിയായിരുന്നു എന്നുള്ള ഒരു ആലോചനയൊക്കെ തന്നെ വരുന്നുണ്ട്. എന്തായാലും പണി പാലും വെള്ളത്തിൽ കിട്ടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ വീട്ടിൽ SIT പരിശോധന നടത്തി നിർണായക രേഖകൾ പിടിച്ചെടുത്തു എന്ന് വ്യക്തമാകുന്നു. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. ആദ്യഘട്ടത്തിൽ 3 മണിക്കൂറായിരുന്നുവെങ്കിൽ പിന്നീട് വീണ്ടും സമയം നീട്ടി 12 മണിക്കൂറോടുകൂടിയാണ് ഈ റെയ്ഡ് അവസാനിപ്പിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് അറസ്റ്റിലായ പ്രതികളുടെ വീടുകളിലും സമാനമായ പരിശോധന നടന്നിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നുള്ള SIT സംഘം പത്മകുമാറിന്റെ വീട്ടിൽ എത്തിയത്. സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘമാണ് 2 വാഹനങ്ങളിലായി പരിശോധനയ്ക്ക് എത്തിയത്. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. എന്നാൽ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് സംശയം തോന്നിയത് അത് കാര്യമാകുന്ന പോലെ തന്നെ വീട്ടിൽ നിന്നും എല്ലാ നിർണായക രേഖകളും കിട്ടിയിരുന്നു. ഇവിടെയാണ് പത്മകുമാറിന്റെ ബ്രില്യൻസ് നോക്കേണ്ടത്. അതായത് പത്മകുമാറിന്റെ ബ്രില്യൻസ് ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം പത്മകുമാറിന് വ്യക്തമായി അറിയാം തന്നെ ചോദ്യം ചെയ്യാനായി ഈ SIT വരും. അതുകൊണ്ട് തന്നെയാണ് SITയോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത്. SIT വരുമെന്ന് പത്മകുമാറിന് വ്യക്തമായി അറിയാം. പത്മകുമാറിനെ എപ്പോഴാണോ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് ആ സ്പോട്ടിൽ ആ സെക്കൻഡിൽ പത്മകുമാറിന്റെ വീട്ടിലേക്ക് റെയ്ഡിനായി SIT സംഘം എത്തുമെന്നും അറിയാം. അങ്ങനെയെങ്കിൽ വേണമായിരുന്നുവെങ്കിൽ പത്മകുമാറിന് ആ രേഖകളൊക്കെ തന്നെ മറച്ചു വെക്കുകയോ നശിപ്പിച്ചു കളയുകയോ ചെയ്യാമായിരുന്നു. എന്നാൽ ഇനി അങ്ങനെ ചെയ്താൽ കൂടുതൽ കുരുക്കാകുമെന്ന് മനസ്സിലാക്കിയ പത്മകുമാർ ആ തെളിവുകളെല്ലാം തന്നെ അവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും 12 മണിക്കൂർ നീണ്ടുനിന്ന SITയുടെ പരിശോധനയിൽ കൊട്ടാരം മൊത്തം മുഴുവനായി വളർന്ന് അരിച്ചു പെറുക്കി പരിശോധിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട രേഖകൾ കിട്ടിയെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ A പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ശബരിമലയിൽ സ്പോൺസറാകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടക്കം സമീപിച്ചിരുന്നു എന്നാണ് പത്മകുമാറിന്റെ മൊഴി. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകാൻ തിങ്കളാഴ്ച പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങും. കഴിഞ്ഞ ദിവസം ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട രേഖകൾ SIT കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പത്മകുമാറിന്റെ വീട്ടിലെ പരിശോധന പൂർത്തിയായത് അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു. ഉച്ചയ്ക്ക് 12:15 തുടങ്ങിയ പരിശോധന 12 മണിക്കൂറിലേറെ നീണ്ടു. നിർണായക രേഖകൾ കിട്ടിയെന്ന് തന്നെയാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ N വാസുവിന് മാത്രം കട്ടിലിൽ കിടക്കാമെന്ന നിയമവും ഇപ്പോൾ ജയിലിനകത്തുണ്ട്. മുൻ പ്രസിഡന്റ് A പത്മകുമാർ ഉൾപ്പെടെ ബാക്കി എല്ലാവരും സെല്ലിൽ മറ്റ് തടവുകാർക്കൊപ്പമാണ് താമസം. കൊട്ടാരക്കര സബ് ജയിലിലായിരുന്നു N വാസു. ഹൃദ്രോഗബാധിതനാണെന്നതിനാൽ ചികിത്സ നൽകണമെന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ ആശുപത്രി സെല്ലിലാണ് 74 വയസ്സുള്ള വാസുവിനെ താമസിപ്പിച്ചിരിക്കുന്നത്. മുറിയിൽ
കട്ടിലും ഫാനും ഉണ്ട്. ഡോക്ടർക്ക് പരിശോധിക്കാനും അവസരമുണ്ട്. എന്നാൽ വ്യാഴാഴ്ച അറസ്റ്റിലായ എ പത്മകുമാറും കേസിന് മുൻപ് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, ഡി സുധീഷ് കുമാർ, കെ എസ് ബൈജു എന്നിവരും സ്പെഷ്യൽ ജയിലിലാണ് കഴിയുന്നത്. ഇവർ ഓരോരുത്തരും വെവ്വേറെ സെല്ലിൽ മറ്റു തടവുകാർക്കൊപ്പമാണ് താമസം. പത്മകുമാറിന് മുൻ MLA എന്ന നിലയിൽ പ്രത്യേകം സൗകര്യം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് ഉടൻ മാറ്റിയേക്കും എന്നായിരുന്നു വിവരം ലഭിച്ചിരുന്നത്. എന്തായാലും സെൻട്രൽ ജയിലിലേക്ക് മാറ്റുമ്പോൾ കൂടുതൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുപക്ഷെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി പത്മകുമാർ നടത്തിയ ഇടപെടലിൽ നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രൻ അടക്കമുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. പല ഓഫീസുകളിലും ഉദ്യോഗസ്ഥരെ പത്മകുമാർ സ്വാധീനിച്ചു എന്നാണ് N വാസുവിന്റെയും മൊഴി. കട്ടിളപ്പാളികളും ശ്രീകോവിലിലെ വാതിലുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി വിവിധ സ്ഥലങ്ങളിൽ പൂജ നടത്തിയെന്നും നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. പൂജയുടെ ഭാഗമായി നടൻ ജയറാം അടക്കമുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തും. കേസുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് SIT പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റിന് പിന്നാലെ കൊല്ലം വിജിലൻസ് ജഡ്ജിയുടെ വസതിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാത്രിയോടെ തന്നെ പത്മകുമാറിനെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളാണ് പത്മകുമാറിന് മേൽ ഉള്ളത്. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കമിട്ടത് പത്മകുമാറാണ്. ബോർഡ് യോഗത്തിലെ മിനിറ്റ്സ് കൃത്രിമം കാട്ടി കൊള്ളയ്ക്ക് തുടക്കമിട്ടത് അദ്ദേഹമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം അപഹരിക്കാൻ വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു കൊടുത്തതും പത്മകുമാറാണ്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ പത്മകുമാർ ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പാർട്ടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എ പത്മകുമാറിനെ എതിരെ CPM നടപടി എടുക്കുന്നില്ല. പത്മകുമാർ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുമോ എന്ന ഭയത്തിലാണ് ഇത്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലപാടുകളാണ് പത്മകുമാർ എടുത്തത്. അതുകൊണ്ട് തൽക്കാലം പാർട്ടി നടപടി വേണ്ടെന്ന് CPM വെച്ചു. ഇന്നലെ ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർദ്ദേശം നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് ഇത്. അയ്യപ്പ കോപമാണ് ഈ പ്രതിസന്ധിയിലേക്ക് മോഷ്ടാക്കളെയും CPM-നെയും എത്തിച്ചത് എന്ന പ്രചരണം വിശ്വാസികളും തുടരുന്നു. ഈ പ്രചരണം CPM-നെ വലയ്ക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ കൂടി വന്ന ശേഷം നടപടിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ ധാരണ. അറസ്റ്റിലായതിനു ശേഷം പത്മകുമാറിനെതിരെ ഉടൻ നടപടി സ്വീകരിച്ചാൽ പിന്നീട് അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകുന്ന മൊഴി പാർട്ടിക്കും സർക്കാരിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് പത്മകുമാറിനെ അടുപ്പിച്ചു നിർത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് തന്നെ പത്മകുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി ഇരിക്കുകയാണ് CPM-ന്. വാസുവും CPM-കാരനാണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. പക്ഷേ ജനമനസ്സുകളിൽ CPM നേതാവ് എന്ന പ്രതിച്ഛായ ഇപ്പോഴില്ല. എന്നാൽ പത്മകുമാർ ഇപ്പോഴും ജനമനസ്സിൽ CPM-കാരനാണ്.